മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി AI സമ്മിറ്റില് കോൺഗ്രസ് ടീഷർട്ട് ഊരിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചതിനെതിരെ ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. പപ്പുവിനെ UAE പോലും ഈ വിഷയത്തിൽ പഞ്ഞിക്കിട്ടു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമുക്ക് അതിലേക്കും പോവാം. അതിനു മുമ്പേ ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിന്റെ പൂർണ്ണ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ അത് കേട്ടു നോക്കൂ. साथियों, कांग्रेस ने भारत के एक वैश्विक आयोजन को अपनी गंदी और नंगी राजनीति का अखाड़ा बना दिया. അദ്ദേഹം പ്രസംഗിച്ചതിന്റെ പൂർണ്ണ പരിഭാഷയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. സഹോദരി സഹോദരന്മാരെ, ഒരു വശത്ത് ഇന്ന് ഇന്ത്യയെ വികസിപ്പിക്കുന്നതിനായി നാട്ടുകാർ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ രാജ്യത്തിനുള്ളിൽ ഇന്ത്യയുടെ വിജയം ദഹിക്കാൻ കഴിയാത്ത ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ AI സമ്മേളനം ഇന്ത്യയിൽ നടന്നത് നിങ്ങൾ കണ്ടു. 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഡൽഹിയിലെത്തി. ഏകദേശം 20 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാർ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയുടെ എല്ലാ കോണുകളിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ ഡൽഹിയിൽ ഒത്തുകൂടി. വികസ്വര രാജ്യങ്ങളിൽ ഇതുപോലൊരു സമ്മേളനം ഇതുവരെ നടന്നിട്ടില്ല. മീററ്റിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ AI സമ്മേളനത്തിൽ നിങ്ങൾ അഭിമാനിച്ചിരുന്നോ? നിങ്ങളുടെ എല്ലാ ശക്തിയോടെയും പറയൂ, നിങ്ങൾ അഭിമാനിച്ചിരുന്നോ? നിങ്ങളുടെ തല ഉയർന്നിരുന്നോ? നിങ്ങളുടെ മനസ്സ് അഭിമാനത്താൽ നിറഞ്ഞിരുന്നോ? ഈ ജോലി ഇന്ത്യക്ക് വേണ്ടിയാണോ ചെയ്തത്? ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടിയാണോ ചെയ്തത്? ഇന്ത്യയുടെ വിധി മാറ്റാനാണോ ചെയ്തത്? 21ാം നൂറ്റാണ്ടിൽ നേതൃത്വം ഏറ്റെടുക്കാനാണോ ചെയ്തത്? ആ സമയം രാജ്യം മുഴുവൻ അഭിമാനത്താൽ നിറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസും അതിന്റെ ആവാസ വ്യവസ്ഥയും എന്താണ് ചെയ്തത്? സുഹൃത്തുക്കളെ, കോൺഗ്രസ് ഇന്ത്യയുടെ ഒരു ആഗോള പരിപാടിയെ അവരുടെ വൃത്തികെട്ടതും നഗ്നവുമായ രാഷ്ട്രീയത്തിനുള്ള വേദിയാക്കി മാറ്റി. വിദേശ അതിഥികൾക്ക് മുന്നിൽ നഗ്നരായി കോൺഗ്രസ് നേതാക്കൾ വേദിയിലെത്തി. കോൺഗ്രസ് അംഗങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ നഗ്നരാണെന്ന് രാജ്യത്തിന് ഇതിനകം അറിയാം. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് വസ്ത്രം ധരിക്കേണ്ട ആവശ്യം തോന്നിയത്? കോൺഗ്രസ് നേതാക്കൾ അവിടെ ചെയ്തത് രാജ്യത്തെ ഏറ്റവും പഴയ പാർട്ടി എത്രത്തോളം പ്രത്യയശാസ്ത്രപരമായി പാപ്പരത്വവും ദാരിദ്ര്യവുമായി മാറിയിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. സുഹൃത്തുക്കളെ, ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒരു ഗ്രാമത്തിൽ ഒരു വിവാഹം നടക്കുമ്പോൾ മുഴുവൻ ഗ്രാമവും അത് വിജയിപ്പിക്കാൻ അവരുടെ ഹൃദയവും ആത്മാവും അർപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിഥികൾ ഗ്രാമത്തിന്റെ നല്ല പ്രതിച്ഛായയോടെയാണ് പോകുന്നത്. കോൺഗ്രസ് സ്വന്തം രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തിരക്കിലാണ്. സുഹൃത്തുക്കളെ, കോൺഗ്രസ് നേതാക്കൾ മോദിയെ വെറുക്കുന്നു. ഈ ആളുകൾ എന്റെ ശവക്കൈ കുഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ എന്റെ അമ്മയെ അധിക്ഷേപിക്കാൻ പോലും മടിക്കുന്നില്ല. അവർ BJPയെ എതിർക്കുന്നു, അവർ NDAയെ എതിർക്കുന്നു. ഇതും ഞങ്ങൾ സഹിക്കും. പക്ഷേ കോൺഗ്രസ് അത് ഓർമ്മിക്കണമായിരുന്നു. AI ഗ്ലോബൽ സമ്മിറ്റ് ഒരു BJP പരിപാടിയായിരുന്നില്ല. ഒരു BJP നേതാവും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു ദേശീയ പരിപാടിയായിരുന്നു. രാജ്യത്തെ ബഹുമാനിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അത് രാജ്യം ജനങ്ങളുടെ വിയർപ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എല്ലാ പരിധികളും ലംഘിച്ചു. ഇപ്പോൾ രാജ്യം മുഴുവൻ കോൺഗ്രസിന്റെ പെരുമാറ്റത്തെ അപലപിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇത്രയും പഴയ ഒരു പാർട്ടിയുടെ നേതാക്കൾ ലജ്ജിക്കുന്നതിന് പകരം കോപാകുലരാണ്. ലജ്ജയില്ലാതെ രാജ്യത്തെ അപമാനിക്കുന്നവരെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുടെ ഈ പ്രശ്നം തുടരുന്നു. പാർലമെന്റിൽ അവർ എന്താണ് ചെയ്തത്? അവർക്ക് പാർലമെന്റിൽ പ്രകടനം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അവർ അവരുടെ സഖ്യകക്ഷികൾക്ക് സംസാരിക്കാൻ പോലും അവസരം നൽകുന്നില്ല. പാർലമെന്റിനെ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഏറ്റവും വലിയ നഷ്ടം കോൺഗ്രസ് സഖ്യകക്ഷികളാണ് നേരിടുന്നത്. ഡൽഹിയിൽ അവർ കാണിച്ച നഗ്നത അവരുടെ എല്ലാ സഖ്യകക്ഷികളെയും ഞെട്ടിച്ചിരിക്കുന്നുവെന്ന്
ഇപ്പോൾ അവർക്ക് മനസ്സിലായി. അവരെല്ലാം സ്വയം അകന്ന് ദേശീയ മാധ്യമങ്ങളോടും ഞാൻ താഴ്മയോട് ഒരു അഭ്യർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നു. ഏതുതരം ദുരുപയോഗവും സഹിക്കാൻ ദൈവം എനിക്ക് ശക്തി നൽകണമെന്ന് ഞാൻ എപ്പോഴും മാധ്യമങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുന്നു, ദയവായി അത്തരം പ്രവർത്തികളെ നമ്മൾ വിമർശിക്കുമ്പോൾ മോദി പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്തിയെന്ന് വാർത്തകളിൽ ഇടം നൽകരുത്. കോൺഗ്രസിനെ രക്ഷിക്കാൻ ഈ തന്ത്രങ്ങൾ നിർത്തുക. സ്വയം പ്രതിപക്ഷം എന്ന് വിളിക്കുന്നതിലൂടെ നിങ്ങൾ കോൺഗ്രസിനെ രക്ഷിക്കുകയാണ്. പ്രതിപക്ഷത്തുള്ള മറ്റ് സഖ്യകക്ഷികളും കോൺഗ്രസ് പാപങ്ങൾ ചെയ്യുന്നുവെന്നും അവർ കഷ്ടപ്പെടേണ്ടി വരുമെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് എല്ലായ്പ്പോഴും ഒഴിഞ്ഞു മാറലിന്റെ ഒരു കളി കളിക്കുന്നു. കോൺഗ്രസ് പാപം ചെയ്യുന്നു, കോൺഗ്രസ് വിമർശിക്കപ്പെടുന്നു, കോൺഗ്രസിനെതിരെ കോപമുണ്ട്. പക്ഷേ കോൺഗ്രസിനെ മാധ്യമങ്ങളിൽ കാണുന്നില്ല. പ്രതിപക്ഷം എന്ന വാക്ക് കാണാം. എന്തുകൊണ്ട് സഹോദര, നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിനെ സംരക്ഷിക്കുന്നത്? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കോൺഗ്രസിനെ സംരക്ഷിക്കുകയോ പരിഷ്കരിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയാൽ ഇത് പൊതു പ്രതിപക്ഷത്തിന്റെ തെറ്റാണ് എന്ന് നിങ്ങൾ പറയാനും തുടങ്ങും. നോക്കൂ, ഡൽഹിയിൽ സംഭവിച്ചതിൽ TMC ജനത പാപം ചെയ്തോ? ഇല്ല. DMK-കാർ പാപം ചെയ്തോ? ഇല്ല. ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി പാപം ചെയ്തോ? ഇല്ല. രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിലെ അനിയന്ത്രിതരായ നേതാക്കൾ മാത്രമാണ്. പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കണമെങ്കിൽ ആദ്യം ജനങ്ങളുടെ ഹൃദയം കീഴടക്കണം. വനിതാ MP-മാരെ അയച്ച് സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. അമ്മമാരെയും സഹോദരിമാരെയും ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇത്ര പൊള്ളയായി പോയോ? സുഹൃത്തുക്കളെ, കോൺഗ്രസ് രാജ്യത്തിനൊരു ഭാരമായി മാറിയിരിക്കുന്നു. ഡൽഹിയിൽ നടന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അതിന്റെ എല്ലാ സഖ്യകക്ഷികളും കോൺഗ്രസ് പാർട്ടിയെ ശക്തമായി വിമർശിക്കാൻ ധൈര്യം കാണിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. സത്യത്തിനും രാജ്യത്തിന്റെ അഭിമാനത്തിനും ഒപ്പം നിന്നതിന് ഈ പ്രതിപക്ഷ സഹപ്രവർത്തകരോട് ഞാൻ പരസ്യമായി നന്ദി പറയുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയ കോൺഗ്രസ് AI സമ്മിറ്റില് ടീഷർട്ട് ഊരി പ്രതിഷേധിച്ചതിനെതിരെ, രാജ്യത്തിനെ അപമാനിച്ചതിനെതിരെ ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയതിന്റെ പരിഭാഷയാ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ മാധ്യമങ്ങളോട്, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളും അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, പ്രതിപക്ഷമല്ല രാജ്യത്തെ AI സമ്മിറ്റിലെത്തി അപമാനിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രമാണ്. പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികൾ, കൃത്യമായിട്ട് TMC, ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി, RJD, ഇത്തരം ആളുകളൊക്കെ പരസ്യമായിട്ട് ആ വേദിയിൽ വെച്ച് രാജ്യത്തെ കോൺഗ്രസ് അപമാനിച്ചു എന്ന് തന്നെയാ ഉയർത്തിപ്പിടിക്കുന്നത്. മാധ്യമങ്ങളോട് പറയുന്നു, പ്രതിപക്ഷം പ്രതിഷേധിച്ചു, രാജ്യത്തെ അപമാനിച്ചു എന്നല്ല, കോൺഗ്രസ് രാജ്യത്തെ അപമാനിച്ചു, പ്രതിഷേധിച്ചു എന്ന് നിങ്ങൾ വിളിച്ചു പറയണം. സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തൂ എന്നുകൂടെ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ മാധ്യമ പ്രവർത്തകരോട് അപേക്ഷിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ എടുത്ത് പറയുന്നത്. കോൺഗ്രസ് എത്രത്തോളം അപമാനത്തിലേക്ക് എത്തി എന്നുള്ളത് ഒന്ന് അറേബ്യയിലേക്കും ഒന്ന് നോക്കണം. UAE ഒരു അറബ് രാജ്യം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന AI സമ്മിറ്റിനെ ആചരിച്ചുകൊണ്ട്, അതിനെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, നമ്മുടെ രാജ്യത്തിന്റെ പതാക ബുർജ് ഖലീഫയിൽ UAE ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ AI സമ്മിറ്റിന് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രധാനമന്ത്രിക്ക്, നമ്മുടെ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് UAE പോലും, ഒരു അറബ് രാജ്യം പോലും രംഗത്തെത്തി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്നത്. അറബ് രാജ്യത്തിന് പോലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ രാജ്യത്തെ അവർ ആചരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതിന്റെ 100-ലൊന്നെങ്കിലും രാജ്യത്തെ കോൺഗ്രസ് ഈ രാജ്യത്തോട് കൂറ് കാണിക്കണം എന്ന് തന്നെയാ ബോധമുള്ള ഈ രാജ്യത്തെ ഓരോ പൗരനും കോൺഗ്രസിനോട് പറയാനുള്ളത്.
രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പൊതുജനത്തിന്റെ വികാരമാണ് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.